ഹലോ ഗൈസ്, ഫൈനലില് റെഡ് കാർഡും ഗോളുകൊണ്ട് ആറാട്ടുള്ള കളി ഉണ്ട് നിങ്ങൾ എന്നാ കണ്ടോളി. നമ്മുടെ നാട്ടിലത്തെ ക്ലബായ കൈരളി നടത്തുന്ന ഈവനിങ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലാണ്ടെന്ന് ചെക്കന്മാരും ചെങ്ങായിമാരും തന്താരൊക്കെ നേരത്തെ തന്നെ കളി കാണാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ടാ. ഫൈനല് ആദവനാടും വളാഞ്ചേരിയും തമ്മിലാട്ടോ. ആദവനാട്ടൊരു കൊട്ടിക്കയറ്റി സെറ്റ് ആയിട്ടാണ് വന്നിക്കണ്. എന്താ പാടാണാവോ. രണ്ട് ടീമും പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി. ഫൈനലില് ചടങ്ങ് കഴിഞ്ഞിട്ട് ജനഗണമനം കഴിഞ്ഞിട്ട് കളിയാണ് തുടങ്ങി. ഫൈനലായോണ്ട് തന്നെ അതിന്റെ വാശി രണ്ട് ടീമിനുണ്ട് കേട്ടോ. രണ്ട് ടീമും നല്ല തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. ആദവനാട്ടിന് നല്ലൊരു ഫ്രീ കിക്ക് കിട്ടിയെങ്കിലും ഗോളിയെ സേവ് ഇട്ട്. അതും നല്ലൊരു കിക്കും നല്ലൊരു സേവും. അതാ ഓനെന്തിന് വെറുതെ വെക്കണ്. നല്ല കളിയായിരുന്നു. ലാസ്റ്റ് മൂഞ്ചി എന്താപ്പ പോയത്. നല്ലൊരു കിക്ക് ചെയ്യുന്നിട്ട് ജസ്റ്റ് മിസ്. അങ്ങനെ കളി ഹാഫ് ടൈം ആയി. 0-0. സുഡു കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മനസ്സിലാവണുണ്ടായിക്കാരല്ലേ. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. ചെക്കന്മാര് പെരും കച്ചറ. അതുകൊണ്ട് തന്നെ ഓനക്കൊരു കാർഡ് കൊണ്ട് കിട്ടി. ഔണ്ടടാ ബാറുമേ. ഓ റഫറിനോട് വേണ്ടാത്ത പറഞ്ഞപ്പോ ഒന്നും നോക്കാതെ റഫർ എടുത്തിട്ട് റെഡ് കാർഡ് കൊടുത്തു. അങ്ങനെ ഓൻ ഔട്ടായി. ഇത് നല്ലൊരു തീരുമാനമാട്ടാ. ബാക്കി കളി നടത്തുന്നവരും ഇത് കണ്ടുപിടിക്കണം. ബാങ്ക് കൊടുക്കുമ്പോ കളി നിർത്തിച്ചിട്ട് ഡ്രിങ്ക്സ് ബ്രേക്ക് ആക്കുക. ചെക്കൻ പന്ത് ഏട്ടത്തിക്കണ്ട് എടുത്തിട്ട് ഒരു കിക്ക്. ഏതാ ഗോള്. കളി എങ്ങനെ 1-0 ആയി. അതിന്റെ ഇടയ്ക്ക് ഗോളിയും കളിക്കാനും കൂടിയും വർത്താനായി. സുഡുവാണെങ്കിൽ ജിറാഫിന്റെ മാതിരി നീളുള്ളതുകൊണ്ട് തന്നെ പൊന്തി വന്റെ പന്തൊക്കെ ചാടി എടുക്കുന്നുണ്ട്. ജസ്റ്റ് മിസ്സാ. നല്ലൊരു ചാൻസ് ചെയ്യുന്നിട്ടായി. അത് കഴിഞ്ഞിട്ട് ആദവനാട് കിട്ടിയിട്ടുള്ള ഫ്രീ കിക്ക് ചെക്കൻ പവറായിട്ട് ഉള്ളിൽ കണ്ട് കയറ്റി. കളി എങ്ങനെ 2-0 ആയി. അത് കഴിഞ്ഞിട്ട് ആ ത്രോയും കണ്ട് ഹെഡും കണ്ട് കിട്ടി മൂന്നാമത്തവും. കളി ഇണേന്റെ മുന്നേ ചെക്കന്മാര് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ കളി കപ്പ് ആദവനാട് തൂക്കി. പിന്നെ ആകെ പൊട്ടലേന്ന്. അപ്പൊ ബൈ.